മറ്റേല് എൻ്റെ വീടിൻ്റെ അവിടെ മച്ചയിലെന്ന് പറയും, അവിടെ ദേവീക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ. ഇത് ആറ്റുകാല് ദേവീക്ഷേത്രത്തിൽ നിന്ന് വണ്ടി ഇറങ്ങിയ സമയത്ത് തന്നെ അവിടെ പൂജ, രണ്ടിടത്തും പൂജ നടത്തി. എൻ്റെ ഒരു വിശ്വാസത്തിന് ഞാൻ ചെയ്തിരിക്കും, വെറുതെ പറഞ്ഞതേ ഉള്ളൂ. പണി നടന്നുകൊണ്ടിരിക്കുക BR വരെ, എന്തോ റോഡെന്തോ ഇതായിട്ട്. ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. I studied also in Trivandrum. I did a German course in Trivandrum. German course in Trivandrum. Where? Trivandrum, Another University, Kerala University. Oh yeah, where that's Palayam. Palayam. Down side there's a Goiti Chandram, you know. Okay. Yeah, I know. I have done also the German course. My hometown is Thiruvananthapuram. My hometown is Thiruvananthapuram. മരുഭൂമി പോലെ കിടക്കുക, കണ്ടോ? മണലാണ്. इधर रूम मिलेगा? कितना होगा? एक आदमी है, सिर्फ रूम चाहिए, खाना खाना रूम ही लेना। देख लो रूम, देख लो पहले साइड में।
സ്ഥലമാണ്. ഇവിടുത്തെ ഗാർഡൻ, ഇവിടെ കോളിഫ്ലവർ കൃഷി ഇതൊക്കെ ഉണ്ട്. ആപ്രിക്കോട്ടാണെന്ന് തോന്നുന്നു. ഉണ്ടല്ലേ. അതവരുടെ കിച്ചൺ, നല്ല ആംബിയൻസ് ഉണ്ട്. വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട്. ഉണ്ടല്ലേ. ഒന്ന് നോക്കി മഞ്ഞ് മല. ठीक है. മേഘത്തിൻ്റെ നിഴലാണ് ആ മലയിലടിക്കുന്നത്. ചേച്ചി പോകുന്ന വഴിക്ക് കണ്ട് കണ്ടില്ലേ, അത് മറ്റേ ഈ കടുകിൻ്റെ വിഷയം. The memory of following the mountaineers who laid down their lives for the glory of BSF while attempting on peak Caesar height to 25,170 feet. എൻ്റെ പിന്നെ 27 അടി മേളിൽ BSFൻ്റെ അവർ സിയാച്ചിൽ അവരുടെ ജവാന്മാർ മരിച്ചത് 13 പേരുടെ. Dedicated to the nation by C.A.K. Mitra IPS, Director General Border Security Force on 28/0/2008. BSF ആയിരുന്നു തോന്നുന്നു ഇവിടെ സിയാച്ചിൽ ആദ്യം. ഇപ്പോഴും ഉണ്ട് BSFന്. ഒരു രക്ഷയില്ല കേട്ടോ. 28 ജവാന്മാരുടെ ഇത്. ഇവിടെ നമ്മളെ എൻട്രി ചെയ്യണം. മുമ്പ് എൻട്രി ചെയ്തിട്ട് ഞാനിവിടെ വന്ന് ഇവിടെ റിപ്പോർട്ട് ചെയ്യണം. നമ്മളെ വണ്ടി നമ്പർ, ലൈസൻസ് നമ്പർ, ഫോൺ നമ്പർ എല്ലാം പറഞ്ഞു കൊടുക്കണം. ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലോട്ട് സിയാച്ചിലോട്ട് പോകാൻ പറ്റും. ഇവിടെ മിലിറ്ററി പോലീസുണ്ട്. ഓക്കെ, ठीक है सर.
K2 to Kanyakumari. Bharat is one. കണ്ടില്ലേ സിയാച്ചിൻ വാരിയേഴ്സ്. ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്ക്, ലേ ഫോറസ്റ്റ് ഡിവിഷൻ, ലഡാക്ക് ലേ ഫോറസ്റ്റ് റേഞ്ച്. യു ചേഞ്ച് ദ വേൾഡ് ബൈ യുവർ എക്സാമ്പിൾ, നോട്ട് യുവർ ഒപ്പീനിയൻ. ഇതൊക്കെ വരുമ്പോൾ എന്താ പറയുക, മൈൻഡ് സെറ്റ് നമുക്കിപ്പോൾ ഹെൽത്ത് സെക്കൻഡറിയാണ്. ഫസ്റ്റ് നമുക്ക് ടഫായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം. നമുക്ക് ഇനി മുമ്പോട്ട് പോകുമ്പോൾ പലതും ഫേസ് ചെയ്യേണ്ടി വരാം. നമ്മൾ ഒറ്റയ്ക്കാണ്, എന്തും ഫേസ് ചെയ്യാനുള്ള ധൈര്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതില്ലാന്നുണ്ടെങ്കിൽ പിന്നെ പാടാണ് ഇങ്ങോട്ടൊക്കെ വരാനാണ്. ഇപ്പോൾ ഞാൻ ഈ വന്ന വഴിക്ക് ഒരു മനുഷ്യനൊന്നുമില്ല. എന്തെങ്കിലും പറ്റിയോ അവിടെ തന്നെ നിൽക്കേണ്ടി വരും, സ്റ്റക്കാവും, അത്രേ ഉള്ളൂ. അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മളീ പറയണമെങ്കിൽ ഏത് സമയം ലീവ് ഉണ്ടല്ലോ, അപ്പം എന്തെങ്കിലും ആരെങ്കിലും വരും, അത്ര തന്നെ. ഞാൻ ഇന്ത്യയിലും കൂടെ പറയാം. अगर इधर आएगा आप लोग आएगा तो सियाचिन, आपको इतना रगड़ा कैसा होगा? अगर आप लोग सियाचिन पर आ रहे हैं, आने के लिए प्लानिंग सोच रहे हैं, तो आपको टफेस्ट माइंड सेट होना चाहिए पहले. आपका हेल्थ कंडीशन ये सभी सेकेंडरी थिंग है. इधर आने के लिए पहला क्या है ना कि आपको इतना टफ माइंड आपके साथ होना चाहिए, क्योंकि इतना रास्ते में बीच में कोई हेल्प के लिए कोई भी नहीं आएगा. अगर कुछ हो जाएगा तो मगर उसका चिंता परवाह कुछ ना करे, क्योंकि आपको इधर आने के लिए लक्ष्य है तो इधर ही आना, बाकी सभी ऊपर वाला देखेगा. इतना ही सोचना. एक बार भी इधर आके देखना क्या है इधर सियाचिन में, सियाचिन वॉरियर्स. इधर पहले इंडियन आर्मी का फोर्स था, पहले नहीं अभी भी इंडियन आर्मी और कोई सिविलियन को अलाउ नहीं करता है इधर आने के लिए. अभी जो मोदी गवर्नमेंट आया तो इधर एक टूरिस्ट बना गया, मतलब सियाचिन बेस कैंप तक टूरिस्ट सभी आ सकता है. उसके लिए परमिट सभी लेके 80 किलोमीटर. इधर ചെറിയ ഗ്രാമമാണ്. इधर का छोटा छोटा विलेजेस है, गाँव है. हिंदी കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യാം, ഹിന്ദിയിൽ കാണുന്നവർക്കും കൂടെ മനസ്സിലാവട്ടെ. ये इधर BRO का काम चल रहा है. ये सभी BRO को गाड़ी चल रही है. ये शिव का मंदिर है. ഇതൊക്കെ ആർമി ബിൽഡ് ചെയ്തിരിക്കുന്നതാണ് ഈ പാലമൊക്കെ. കണ്ടില്ലേ? आप लोगों को ऑफ रोड चाहिए तो इधर ही आ जाना. बहुत ज़्यादा ऑफ रोड आप लोगों के लिए इधर तैयार है, कोई दिक्कत नहीं, आराम से हो जाएगा. आपके पास अच्छा बाइक है तो ഇവിടെ നിങ്ങൾക്ക് ഓഫ് റോഡ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരിക. ഇവിടെ ഇഷ്ടം പോലെ ഓഫ് റോഡ് ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത നല്ല ടഫായിട്ടുള്ള ഓഫ് റോഡ് ഇല്ല. ഞാൻ ഒരു ജെറിക്കാനോ ഒന്നുമില്ല എൻ്റെ കണ്ടില്ലേ, പിന്നെ ഒരു ജെറിക്കാനോ ഒന്നും എടുത്തിട്ടില്ല, ഒന്നും വാങ്ങിച്ചില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എവിടെയെങ്കിലും കാണാൻ കയറി പെട്രോൾ മാക്സിമം ഫുള്ളാകും. പിന്നെ
അത്യാവശ്യം ഇപ്പോൾ മൈലേജ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് വലിയ സീനില്ല. ഒരു രക്ഷയില്ലാത്ത ഭംഗി, ഈ ചെടികൾക്ക് വരെ ഒരു പ്രത്യേക ഭംഗിയാണ്. इधर आएगा तो इतना सारा देखने के लिए, मतलब इतना खूबसूरत है इधर, इसका इधर का जगह बहुत ही खूबसूरत है. एक बार भी इधर आना, ये सब देखने के लिए. हम नहीं देखेंगे तो कोई और आके देखेगा क्या? हमारे लिए है ना ये सब, നമുക്ക് വേണ്ടിയിട്ടല്ലേ ഇതെല്ലാം. നമ്മളെ തന്നെ വന്ന് കാണണം, കണ്ട് ആസ്വദിക്കുക. ഇതൊക്കെ എപ്പോഴും ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോഴത്തേക്ക് മാക്സിമം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അഥവാ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ടാബ്ലറ്റ് യൂസ് ചെയ്യുക. അത്ര നിങ്ങൾ ടാബ്ലറ്റൊക്കെ യൂസ് ചെയ്യണം സെക്കൻഡറി. ഫസ്റ്റ് നല്ലൊരു മൈൻഡ് സെറ്റ് എപ്പോഴും ഉണ്ടായിരുന്നു. എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യാൻ ഓക്കെ ആണെന്നുള്ളൊരു കോൺഫിഡൻസ്. ഓവർ കോൺഫിഡൻസ് ഒന്നും അല്ല അത്, അങ്ങനെ ആരും ചിന്തിക്കുകയും വേണ്ട. ഓവർ കോൺഫിഡൻസ്, എനിക്ക് അങ്ങനെ ഓവർ കോൺഫിഡൻസ് ആണെങ്കിൽ ഒരിക്കലും ഇതുവരെ നേടാൻ പറ്റത്തില്ല. പകുതി വഴിയിൽ തന്നെ അത്രേ ഉള്ളൂ. अगर आपके लिए इधर आएगा तो आपको माइंड सेट होना चाहिए. दवाई कुछ वो अलग से बात है. पहले इधर आएगा तो हाई आल्टीट्यूड में पूरा पानी ज़्यादा पीना, मतलब 2 लीटर तक ही पीना. 2 लीटर ऊपर हो जाएगा तो अच्छा है, मतलब ऑक्सीजन टाइप से हो जाएगा. फिर आने में क्या ओवर कॉन्फिडेंस का बात कोई नहीं है. अगर ओवर कॉन्फिडेंस लगना चाहिए. അതായത് ഹിന്ദിയിൽ പറയുന്ന വേറൊന്നും കൊണ്ടല്ല, ഹിന്ദിയിലുള്ളവർ ഒരുപാട് പേര് ഇത് കാണുന്നു. ഞാൻ പറഞ്ഞ വഴിക്കുള്ള സബ്സ്ക്രൈബ് ചെയ്തവർ ആ കുറച്ച് പേർക്ക്. നമ്മളെ ചെയ്യുന്നത് എൻ്റെ വീഡിയോ കാണുന്നത് കുറച്ച് പേരേ ഉള്ളൂ, ബാക്കി എല്ലാവരും പുച്ഛമാണ്. അതെനിക്കറിയില്ല, അയച്ചു കൊടുത്തിട്ട് വലിയ ചിലവർക്ക് അത് വലിയ റെസ്പോൺസ് ഇല്ല, വലിയ കാര്യമൊന്നുമില്ല. കാണുന്നവർക്ക് വേണ്ടി നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് ഇടുക. ये देख रहे हैं ना, ये मेरे 2 सब्सक्राइबर्स मेरे को मिला है खाने टाइम में. ये गुजरात सभी जगह से मेरे को मिला है, दिल्ली सब. ये लोगों के लिए मैं हिंदी में भी बात कर रहा हूँ. मैं अकेला का मेरा हिंदी उतना अच्छा भी नहीं है, फिर भी मैं बात कर रहा हूँ. ഫൈറ്റാണോ മലയ്ക്ക് കണ്ടില്ലേ? ഈ ഭാഗത്ത് എവിടെയാണ് മറ്റേ ലക്ഷ്യ സിനിമ ഷൂട്ട് ചെയ്തത്? ആ ഉറപ്പാണ്, കണ്ടില്ലേ? ഇതേപോലത്തെ ഏതൊരു സ്ഥലത്താണ്, എനിക്കെല്ലാം ഉറപ്പാണ്. ആ ഒരു കട്ട് ഉണ്ടോ ഇടയിൽ, അത് എല്ലായിടത്തും കാണും, പക്ഷേ ഇതേപോലത്തെ ഏതൊരു സ്ഥലത്താണ്. ജയിൽ എവിടെയാണ് ഷൂട്ട് ചെയ്തത് ലാസ്റ്റ് ക്ലൈമാക്സ്. ആ ഋത്തിക് റോഷൻ ഇങ്ങനെ കയറി പോകണം, ഒരു രക്ഷയില്ലാത്ത മൂവിയാണ് അത്. നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ये लक्ष्य सिनेमा, ये ऋतिक रोशन का लक्ष्य मूवी है ना, उनका लक्ष्य मूवी. ये लद्दाख में इधर कहीं पे भी ये किया है, ये कहाँ पे किया है मेरे को पता नहीं है, मगर लास्ट क्लाइमैक्स में ऐसे एक ही पहाड़ी पे चढ़ रहा है. वो इतना टफ है. वो मूवी में क्या कैसे दिखा रहा है मेरे को पता नहीं, मतलब बहुत ही अच्छा जगह है. वो कर रहा है ना वो जोश से, हमको भी वो जोश आ जाता है. आप लोग देखे नहीं तो एक बार देखना वो लक्ष्य मूवी. ऋतिक रोशन का अच्छा मूवी है, बहुत ही अच्छा. कितना बार देख लिया मेरे को पता नहीं है. നല്ലൊക്കെ അടിക്കി വെച്ച് ഇങ്ങനെ വീടുകളൊക്കെ സെറ്റ് ചെയ്യണത്. വീടാണോ എന്താണെന്ന് അറിയില്ല. ഇവിടെയൊക്കെ ഫ്ലഡ് ഇങ്ങനെ വെള്ളം ചില സമയം ഇങ്ങനെ നല്ല കയറി വരും. അതായത് ഈ ഇപ്പം മഞ്ഞ് ഉരുകിക്കൊണ്ടിരിക്കുന്നത്, മഞ്ഞ് വന്നിട്ട് മഞ്ഞ് ഉരുകുന്ന ടൈമുണ്ട്. ആ സമയത്ത് നല്ല രീതിയിൽ ഇവിടെയൊക്കെ നിറഞ്ഞായിരിക്കും ഒഴുകുന്നത്. ഒരു രക്ഷയില്ല. ചിലപ്പോൾ ഈ റോഡ് വരെ ഇരിക്കില്ല. കാരണം വഴിക്ക് പലയിടത്തും ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ബിആർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ റോഡ് ഇരിക്കാതെ ഇതിൻ്റെ അവേഴ്സ് ആ ഒരു വീക്കിനകത്തിന് അത് സെറ്റ് ചെയ്തെടുക്കും. അതാണ് ഇന്ത്യൻ ആർമിയുടെ ആ ഒരു പവർ. അതാണ്. നമ്മളെ നാട്ടിലെ പോലെ ഇങ്ങനെ ഒറ്റക്കൊണ്ടിരിക്കില്ല.
ടക്കടക്കനെ പരിപാടി തീർത്ത് അങ്ങനെ പൊക്കുകൊണ്ടിരിക്കും. നമ്മളവിടെ കോൺട്രാക്ട് കൊടുത്ത് പിന്നെ അങ്ങനെ ഇങ്ങനെ അതൊന്നും പറയാൻ പാടില്ല, ഞാനൊന്നും പറയണമില്ല, എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. इन्हें हिंदी पर क्या मैं बोल रहा है कि वो हमारे जगह पे ऐसे ब्रिज सभी टूटेगा या रोड सभी टूटेगा तो बहुत देर लगाएगा वो बनाने में. इधर इंजीनियर में आगे दो घंटा या कितना एक ही दिन या एक वीक में, एक हफ्ता या एक महीना में पूरा क्लियर कर देगा वो, कोई दिक्कत नहीं. हमको क्या मुश्किल है, उनको आसान है करने में. इतना ट्रेन करके इधर आ रहा है ना, और उन लोगों का राशन सभी हेलीकॉप्टर में आता है, फिर भी वो ऐसे रोड सभी क्लियर कर देती है. ഒരു രക്ഷയില്ല, പൊളി ഐസാണ്. മേളിൽ നിന്ന് ഇങ്ങനെ ഒലിച്ച് വരുന്നേ, നല്ല തണുത്ത വെള്ളം. ये सभी बर्फ निकल कर नीचे के लिए आ रहा है. बहुत ही ठंड पानी था. നിന്നുകൊണ്ട് ഓടിക്കാൻ അഭ്യാസമൊന്നും വിചാരിക്കണ്ട, ഇത് നല്ല ഇവിടെ ഇങ്ങനെ ഓടിക്കുന്ന സുഖമാണ് എന്ന് പറഞ്ഞാൽ നടുവിനൊന്നും വലിയ പണി കിട്ടത്തില്ല. ഇരുന്നാലും വലുതായിട്ട് അറിയില്ല, പക്ഷെ എന്നാലും ഇത് സെറ്റാണ്. ഇത് കണ്ട് ഇനി ആരും അനുകരിക്കല്ലേ, എൻ്റെ ദൈവമേ. അതേപോലെ എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാവരും പറയാനുള്ളത്, വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് യൂസ് ചെയ്യും. അതിലൊന്നും ഒരു നാണക്കേടും വിചാരിക്കണ്ട. ഇനി പോലീസുണ്ടെങ്കിൽ ഞാൻ ഹെൽമെറ്റ് വെക്കുള്ളൂ എന്നൊന്നും വിചാരിക്കുകയോ വേണ്ട. गाड़ी चलाते टाइम आप लोग हेलमेट यूज़ करना, उसमें कोई कुछ सोचने के लिए बात नहीं है. अगर पुलिस है तो मैं हेलमेट पहनेगा ऐसा मत सोचो, आपके सेफ्टी के लिए हेलमेट पहनने के लिए बोल रहा है. आप पहनेगा तो छोटे बच्चे भी देख के हाँ ये हेलमेट पहन रहा है, अच्छा है ना, ऐसे ही सोच के पहनेगा. നിങ്ങളെ കണ്ടാൽ നിങ്ങളെ കുട്ടികളും എല്ലാവരും ഞാൻ കാണിച്ച് ഇതൊന്നും പഠിക്കത്തില്ല. അതിവിടെ ഈ വീട്ടിലേക്ക് എടുത്ത ഓഫറോഡൊക്കെ കിട്ടുകയാണെങ്കിൽ മാത്രം ചെയ്തു. ലൈസൻസ് ഇല്ലാതെ വണ്ടി നമുക്ക് ഇറങ്ങരുത്, ഒരു രക്ഷയില്ല. ഇവിടെ 10 കിലോമീറ്റർ ഇവിടുത്തെ बेलगाम पहुँचने में 10 किलोमीटर. जरा खूबसूरत तो पहाड़ी पे पूरा बर्फ है और फुल्लू मഞ്ഞ वंडी. इधर आए हो तो इतना सारा देखने के लिए है, क्या बोले, बहुत ही सारा है देखने के लिए. एक बार भी इधर आके विजिट करना ये सियाचिन पे. ഇവിടെ നിങ്ങൾ വന്നാൽ ഇഷ്ടം പോലെ കാണാനുണ്ട്. നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ലൈവ് വരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യും സിയാച്ചിൻ. എല്ലാവരും വിചാരിക്കുന്നത് എന്താ, മിലിറ്ററി ഏരിയയുടെ അവിടെ ഒന്നും ആരും വിടത്തില്ല, അങ്ങനെയൊന്നുമല്ല. സിവിലിയൻസിനൊക്കെ അലൗഡാണ്. നമ്മുടെ പെർമിറ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് എടുക്കുക. അത് എടുത്തതിന് ശേഷം അതിൽ പൈസ അടയ്ക്കുക ഓൺലൈനിൽ. എല്ലാം ഫോൺ ത്രൂ നമുക്ക് ചെയ്യാം. इधर आने टाइम पे आप लोग सभी को सिविलियन सभी को अलाउड है आने के लिए. इधर आएगा तो आप लोग फोन में सभी परमिट सभी लेना, लेने के बाद इधर आना. इधर आके देखना इधर काम कर रहा है, ये सभी आप लोग देखना. हम लोग ये बेस कैंप तक ही छोड़ेगा, उसके आगे नहीं जाना छोड़ता है, पता नहीं. സ്മൂത്തായിട്ട് കയറി പോകണം. ഒരു സീനുമില്ല. ഈ അല ഇവിടുന്ന് മേളിൽ നിന്നൊക്കെ ഇത് വീഴാൻ ചാൻസ്. ഇത് രാത്രി टाइम में जैसे ऊपर से पत्थर सभी गिरने के लिए चांस है, इसलिए अलर्ट रखने के लिए होगा. बेस कैंप पर
നല്ല കാറ്റുണ്ട്, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. വെൽക്കം ടു സിയാച്ചിൻ ബേസ് ക്യാമ്പ്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. സിയാച്ചിൻ ബേസ് ക്യാമ്പിലേക്ക് എത്തി. ഒരു രക്ഷയില്ലാത്ത നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തതൊക്കെയാണ് നമുക്ക് പലതും നടക്കുന്നത്. ഇത് എങ്ങനെ ആവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടൂ. പക്ഷെ നമ്മൾ ഒന്നും പ്ലാൻ ചെയ്തു, ഒരിക്കലും പ്ലാൻ ചെയ്തു ഒന്നും നടക്കാൻ പോകുക. ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവുക. ഇവിടെ സിയാച്ചിൻ ബേസ് ക്യാമ്പ്, ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് എന്നാണ് പറയുന്നത്. अभी मैं पहुंच गया है सियाचिन बेस पे. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്, കണ്ടില്ലേ? എൻ്റെ ബൈക്ക് ഇത്രയും ചോദ്യം വരുന്നത് പിന്നെ ഇവിടെ അറൗണ്ട് 90,000 സംതിങ് ആണ് ഇവിടുത്തെ ഫീറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് above the sea level. അങ്ങനെ സിയാച്ചിനിലെത്തി. രക്ഷയില്ല. എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഇവിടെ ബേസ് വരെ നമ്മളെ വിടുള്ളൂ. ഇവിടെ അങ്ങോട്ടാണ് കുമാർ പോസ്റ്റ് ഇതെല്ലാം വരുന്നത്. അപ്പം ശരി, ഇനി മേളിലോട്ടൊന്ന് പോയി ഏതുവരെ പോകാൻ പറ്റുമെന്ന് നോക്കാം.